സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ നിയമസഭയിൽ പൊളിച്ചടുക്കി മുഖ്യമന്ത്രി. നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തെറ്റായി പ്രചരിപ്പിച്ച പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. നാടിനെതിരായ കാര്യങ്ങളല്ല, നാടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് പിണറായി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച പ്രതിപക്ഷം ജനങ്ങൾക്ക് മുന്നിൽ ഖേദപ്രകടനം നടത്തി വിശ്വാസ്യത വീണ്ടെടുക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി. നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്തോ വല്ലാത്തൊരു സംഭവം നടന്നു എന്നുള്ള മട്ടിലാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്, ഗവർണറായിരിക്കുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. നിർമ്മല സീതാരാമന് അവരുടെ രാഷ്ട്രീയവുമുണ്ട്. സർ, അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിനപ്പം തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ. അവിടെ പൊതുവായി കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലത്. നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ചില ഗൗരവമായ അഭിപ്രായങ്ങൾ അവരും പ്രകടിപ്പിച്ചു, നിർമ്മല സീതാരാമനും പ്രകടിപ്പിച്ചു. അങ്ങനെയുള്ള തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു. മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ളൊരു അവസരമാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത്. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നോക്കൂ, മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രതിപക്ഷത്തിന് സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണ്. നിലവിലുള്ള ഭരണ സംവിധാനത്തെ എത്രത്തോളം അപകീർത്തിപ്പെടുത്താമോ അത്രത്തോളം ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും വർഷ, ഈ ധനാഭ്യർത്ഥന ചർച്ചയിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുകളുടെ ചർച്ചയായിരുന്നു. അതിലാണ് പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകുന്നത്. പ്രതിപക്ഷത്ത് നിന്ന് രമേശ് ചെന്നിത്തലയാണ് നിർമ്മല സീതാരാമനൊപ്പം തന്നെ ഗവർണറുമായി ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് അതൊരു ദുരൂഹതയുണ്ട്, അനൗദ്യോഗികമായി എന്താണ് ചർച്ച നടത്തിയെന്ന ചോദ്യം നിയമസഭയിൽ ചോദിച്ചത്. ഇതിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്ത് കാര്യത്തെയും സംഘടിതമായ രാഷ്ട്രീയം വെച്ചാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. കേരളത്തിന് അനുകൂലമായ കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരാൻ കാര്യം, അങ്ങനെ ഒരു കൂടിക്കാഴ്ചയിലേക്ക് വരാനുള്ള കാരണവും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഫ്ലൈറ്റിൽ വെച്ച് വിമാനയാത്രയിൽ ദില്ലിയിൽ പാർട്ടി യോഗത്തിലേക്ക് പങ്കെടുക്കുന്നതിന് പോകുമ്പോൾ അവിടെ വാഹനത്തിൽ അതേ വിമാനത്തിൽ തന്നെ ഗവർണറും ഉണ്ടായിരുന്നു. ഗവർണർ എംപിമാരുടെ വിരുന്ന് സൽക്കാരത്തിൽ തന്നെയും ക്ഷണിച്ചു. അതിൽ താൻ പങ്കെടുത്തു. അതിനുശേഷമാണ് പിറ്റേന്ന് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ചയുണ്ട് എന്ന കാര്യം താൻ ഗവർണറോട് പറയുന്നത്. ഗവർണർക്ക് കഴിയുമെങ്കിൽ അവിടേക്ക് എത്തണമെന്ന് താൻ ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായി ഗവർണറും ആ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളാണ് അത്തരത്തിൽ അവിടെ ചർച്ച ചെയ്തത്. നാടിന് അനുകൂലമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇക്കാര്യത്തിലും ദോഷീതൃക്കളായിട്ടുള്ള സമീപനങ്ങൾ, സങ്കുചിതമായ രാഷ്ട്രീയ സമീപനങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞു. മാത്രമല്ല, പ്രതിപക്ഷം ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന കേരളത്തിനെതിരായിട്ടുള്ള വികസന വിരോധമായിട്ടുള്ള, വികസനത്തിനെതിരായിട്ടുള്ള സങ്കുചിത രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാടുകളെ തിരുത്തണം. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ക്ലീൻ സ്ലേറ്റിൽ പുതുതായി ആരംഭിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ സമീപനങ്ങൾ, നയങ്ങളിൽ തെറ്റുപറ്റി എന്ന് ജനങ്ങളോട് സമ്മതിച്ച് പുതിയൊരു പ്രതിപക്ഷമായി മാറണമെന്ന അഭ്യർത്ഥനയാണ് നടത്തിയത്. പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവന്ന പല കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിച്ചു. എന്താണ് നിങ്ങൾ ഓരോ വിഷയങ്ങളും, AK സെൻറ്റർ ആക്രമണം, വാളയാറുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളിലൊക്കെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആക്രമിച്ച വിഷയം, ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷം അന്ന് പറഞ്ഞ നിലപാട് എന്തുകൊണ്ട് ഇന്ന് ആവർത്തിക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തിക്കൊണ്ട് നടന്ന ആൾ തന്നെ CBIയിൽ ഒന്നാം പ്രധാന പ്രതിയായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ സമീപനം എങ്ങനെയാണ്? ഒപ്പം തന്നെ AK സെൻറ്റർ ആക്രമണത്തിൽ പ്രതി എവിടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്തായി? RSS പ്രവർത്തകർ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ അത് CPM-നെതിരെയുള്ള പഴിചാരനുള്ള ശ്രമം നടത്തി. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ വാദം പൂർണ്ണമായി പൊളിഞ്ഞുപോയി എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന പോലീസാണ്. കുറ്റകൃത്യങ്ങൾ, കേസന്വേഷണ കാര്യത്തിലൊക്കെ തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന പോലീസാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ആഭ്യന്തര രംഗത്തെ പ്രവർത്തനം സംബന്ധിച്ച് മുഖ്യമന്ത്രി സവിസ്തരം ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. കാരണം ഒരു വർഗീയ
പതറിപ്പോയില്ല സംസ്ഥാനമാണ് കേരളം മതസൗഹാർദ്ദത്തിൻ്റെ പര്യായമായി നിലനിൽക്കുന്നു. ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് UP-യിൽ മസ്ജിദുകളുടെ പുറത്ത് ടാർപോളിൻ ഷീറ്റ് വിരിച്ച് നടത്തിയ സംഭവത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സഭയിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിലാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എല്ലാ മത ആരാധനാലയങ്ങളിലും അവിടെ പൊങ്കാലയുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. അതാണ് കേരളം നൽകുന്ന ചിത്രം. ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് സംഘീയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ആഭ്യന്തര വകുപ്പുമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഫയർഫോഴ്സ്, ഒപ്പം തന്നെ എക്സൈസ്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച ധനാഭ്യർത്ഥന ചർച്ചയിലാണ് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് അതേ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകിയത്. വർഷ മറ്റൊരു കാര്യം നൃപനി, ലഹരി ഉപയോഗം തടയാനും സർക്കാർ എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അവിടെയാണ് ലഹരിക്കെതിരെ കണ്ണടയ്ക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയും മുഖ്യമന്ത്രി നിശിതമായി വിമർശിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും രാജ്യാന്തര ലഹരി മാഫിയയ്ക്ക് നേരെ ഒരു രാഷ്ട്രീയം കണ്ണടയ്ക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ മറ്റൊരു രാഷ്ട്രീയം ഇഞ്ചിന് അതിനെ നേരിടുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ച ഈ വർഗീയ ശക്തികളെ തലപൊക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നിലവിലുണ്ട്. കാരണം വർഗീയ ശക്തികൾ തരാതരം പോലെ വഴങ്ങിക്കൊടുക്കുന്ന അവരുടെ ആനുകൂല്യങ്ങൾ അനുസരിച്ച് ഭരണം നിലനിർത്തുന്നതുമായ സംവിധാനം ഇന്ന് കേരളത്തിലില്ല. അതിന് ആത്മധൈര്യം വേണം. അവരിൽ നിന്ന് ഒരു ഓശാരവും വാങ്ങുന്ന പറ്റാതിരിക്കുന്ന, തങ്ങളുടെ ആളുകളെ പിടിച്ച് വയ്ക്കരുത്, വിടൂ എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുന്ന ഒരു വർഗീയ ശക്തിയും പറയാനുള്ള ധൈര്യം ഈ സർക്കാരിനെതിരെ ഉണ്ടാകില്ല. അത്തരത്തിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. ഇത്തരം കാര്യങ്ങൾ കണക്കുകൾ നിരത്തി ലഹരി ഉപയോഗം തടയുന്നതിൽ പോലീസിൻ്റെ ജാഗ്രതയായ പ്രവർത്തനം, ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം, ഈ വർഗീയതയ്ക്കെതിരെയുള്ള വിട്ടുവീഴ്ചയല്ലാത്ത പ്രവർത്തനം, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങൾ തിരിച്ച് മറുപടി നൽകിയാണ് മുഖ്യമന്ത്രി സഭയിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. DGPയുടെ ഫോണ് അന്ന് IG ചോർത്തുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ IAS ഓഫീസർമാർ തമ്മിൽ അടിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. പരസ്പരം പോരുണ്ടാകുന്നു. ഒരു IG കോപ്പിയടിക്കുന്ന വിവാദമുണ്ടാകുന്നു. അത്തരത്തിലുള്ള പോലീസിൻ്റെ കാലഘട്ടം കൂടി സഭയിൽ ഇന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വർഷ നൃപൻ തുടരുക. സഭയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന പ്രസംഗമായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടേത്. പ്രതിപക്ഷത്തിന്റെ സങ്കുചിത രാഷ്ട്രീയത്തെ അടക്കം വളരെ വലിയ രീതിയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്.